നമസ്കാരം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്ത് നടന്നത് 36 രാഷ്ട്രീയ കൊലപാതകങ്ങൾ. പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതുവരെ 20 എണ്ണം. പെരിയ ഇരട്ടക്കൊലക്കേസിൽ കോൺഗ്രസിന്റെ പ്രതികാരമാണ് വെഞ്ഞാറമൂട് സംഭവിച്ചതെന്ന് ഇന്ന് പറഞ്ഞത് CPM സംസ്ഥാന സെക്രട്ടറിയാണ്. ഇവിടെ പ്രതിക്കൂട്ടിൽ കോൺഗ്രസ് ആയതുകൊണ്ട് അതിന് മാനങ്ങൾ ഏറെ ഉണ്ട് താനും. ഇങ്ങനെ പരസ്പരം പ്രതികാര കൊലപാതകങ്ങൾ നടത്തിയാണോ നമ്മുടെ രാഷ്ട്രീയം മുന്നോട്ട് പോകേണ്ടത്? അതേസമയം കൊലപാതകത്തെ തുടർന്നുള്ള രാഷ്ട്രീയ വിവാദവും കൊഴുക്കുകയാണ്. ആസൂത്രിത ഗൂഢാലോചനയെന്നും ഉന്നത രാഷ്ട്രീയ ബന്ധമുണ്ടെന്നും CPM. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ ജയരാജനും TV രാജേഷും പ്രതിയായ സംഭവം എടുത്തുകാട്ടിയാണ് കോടിയേരി കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ച് സൂചനയും നൽകിയത്. അതേസമയം ആരോപണങ്ങൾ നിഷേധിച്ച അടൂർ പ്രകാശ് CBI അന്വേഷണവും ആവശ്യപ്പെട്ടു. ഈ വിഷയമാണ് ഇന്ന് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. അതിനു മുൻപ് കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിലേക്ക്. പെരിയയിൽ നടന്ന ഇരട്ടക്കൊലപാതകത്തിന് പകരം ചെയ്യും എന്ന് പ്രഖ്യാപിച്ച് നടക്കുന്ന കോൺഗ്രസ്സുകാർ അതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ള ആസൂത്രിതമായൊരു കൊലപാതകമാണ് ഈ സംഭവം എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. CPMന്റെ നേതാക്കന്മാർ വിവിധ കേസുകളിൽ ഗൂഢാലോചന കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തവരാണ് UDF ഭരണകൂടം. അവിടെ തളിപ്പറമ്പിൽ ഒരു ലീഗുകാരൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ ആ കേസിൽ P. ജയരാജൻ CPMന്റെ നേതാവിനെയും TV രാജേഷ് MLA പ്രതി ചേർത്തത് അവർ ഈ സംഭവം നേരത്തെ അറിയുമായിരുന്നു, അവർ തടഞ്ഞില്ല എന്ന് പറഞ്ഞ് 118-ാം വകുപ്പ് അനുസരിച്ച് അറസ്റ്റ് ചെയ്ത് P. ജയരാജനെയും TV രാജേഷിനെയും ജയിലിലടച്ചവരാണ് കോൺഗ്രസ്സുകാർ. ഇവിടെ ഈ കൊലപാതകം നടക്കുമെന്ന് അറിഞ്ഞിട്ടും അത് തടയാൻ അടൂർ പ്രകാശ് കോൺഗ്രസ് MP തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ 118 പ്രയോഗിച്ചത് അതേ നിലയിൽ പ്രയോഗിക്കാൻ സാധിക്കുന്ന സംഭവങ്ങളിലെങ്കിലും ഇവർ പങ്കെടുത്തു കഴിഞ്ഞു എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്ന വാർത്തകൾ തന്നെ വ്യക്തമാക്കുകയാണ്. ഉന്നതതലത്തിൽ ഗൂഢാലോചന നടത്തിയ എല്ലാവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് VP സാനു, SFI അഖിലേന്ത്യാ പ്രസിഡന്റ്, മലപ്പുറത്ത് നിന്നും റിജിൽ മാക്കുറ്റി, യൂത്ത് കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് ജയശങ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ, കൊച്ചിയിൽ നിന്നും പ്രകാശ് ബാബു, BJP നേതാവ്, DK മുരളി MLA, വെഞ്ഞാറമൂട് MLA ആണ് അദ്ദേഹം വെഞ്ഞാറമൂടിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം VP സാനുവിലേക്ക്. ശ്രീ VP സാനു, ഏറ്റവും ഒടുവിലായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ടല്ലോ. പുറത്തു വന്ന പ്രതികരണം കോടിയേരി ബാലകൃഷ്ണൻ്റെതാണ്. അത് അല്പസമയം മുമ്പ് വന്നതുമാണ്. അവിടെ അദ്ദേഹം പറഞ്ഞ പ്രസക്തമായ ഒരു കാര്യം താങ്കൾ ഇപ്പോൾ കേട്ടതുപോലെ പെരിയയിലെ ഇരട്ട കൊലപാതകത്തിൻ്റെ പ്രതികാരമാണ് ഇങ്ങ് വെഞ്ഞാറമൂട് സംഭവിച്ചത്. ആ തരത്തിൽ ഇതിനെ താരതമ്യപ്പെടുത്താൻ ഇടയായ സാഹചര്യം എന്താണ്? ഇവിടെ 2 ഇരട്ട കൊലപാതകമാണ് ഇവിടെ നടക്കുന്നത്. ഈ ഇരട്ട കൊലപാതകം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ MP-ക്കുള്ള പങ്ക് ഇപ്പോൾ തന്നെ വളരെ കൃത്യമായി വന്നിട്ടുണ്ട്. കാരണം ഫൈസൽ എന്ന് പറയുന്ന DYFIയുടെ നേതാവിനെ പെരുന്നാൾ ദിവസം വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഇതേ പ്രതികൾ അറസ്റ്റിലാവുമ്പോൾ അന്ന് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ CIS സ്വാധീനിച്ചുകൊണ്ട് ഈ കേസിൽ വേണ്ടത്ര ഗൗരവമുള്ള വകുപ്പിടാതെ നടത്തുകയും ആ രൂപത്തിൽ ഇടപെടുകയും ചെയ്തു, അവരെ പുറത്തിറങ്ങാൻ സഹായിച്ചു. ഇത്തരത്തിലുള്ള സഹായങ്ങളെല്ലാം അദ്ദേഹം കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഈ കൊലപാതകം ഉണ്ടാവുന്നത്. അന്ന് വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് നേതാവ്, കോൺഗ്രസിൻ്റെ MP ഇതിൽ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ളൊരു കൊലപാതകം നടത്തുന്നതിന് അവർ തുനിയില്ലായിരുന്നു. കാരണം അവർ പിടിക്കപ്പെടുമെന്നും അവരെ ഇത്തരത്തിൽ സംരക്ഷിക്കാനുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി അവിടെ ഉണ്ട് എന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഭീകരമായിട്ടുള്ള കൊലപാതകം അവർ നടത്തിയിട്ടുള്ളത്. തിരുവോണത്തിൻ്റെ തലേ ദിവസമാണ് വളരെ കൃത്യമായി ആസൂത്രിതമായി അവർ തെരഞ്ഞെടുത്ത ദിവസവും. ഈ നിലയിൽ വളരെ കൃത്യമായി കോൺഗ്രസിൻ്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ ഒത്താശയോടുകൂടി വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി അവർക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ ഉൾപ്പെടെ ഒരുക്കിയതിൻ്റെ ഭാഗമായി ഒരു വനിതാ കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് നേരത്തെ തന്നെ പെരിയ ഇരട്ട കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞ് നടക്കുന്നവർ ആ പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വേദിയായിട്ടാണ് വെഞ്ഞാറമൂടിനെ തെരഞ്ഞെടുക്കുകയും 2 സഖാക്കളെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വിഷയം നിൽക്കുന്ന സമയത്തും
വളരെ കൃത്യമാണ് കോൺഗ്രസിന്റെ MP-യുടെ ഇതിൽ പങ്ക് എന്നുള്ള അദ്ദേഹം തന്നെ അത് ആദ്യഘട്ടത്തിൽ ചാനലുകളിലൂടെ സമ്മതിക്കുന്ന സ്ഥിതി വരെ ഞാൻ അവർക്ക് വേണ്ടി ഇടപെട്ടു എന്നുള്ളത് മാത്രമല്ല, പ്രതിയുടെ മൊഴി ഈ നിലയിൽ അവരെ അടിക്കാനുള്ള എല്ലാം നമ്മുടെ കയ്യിലായിട്ടുണ്ട് എന്നുള്ളതും നമ്മളെ സഹായിച്ചത് ഈ MP ആണ് എന്നുള്ളതും അടൂർ പ്രകാശാണ് എന്നുള്ളതും വളരെ കൃത്യമായിട്ട് അവർ പറയുകയാണ്. അപ്പൊ ഈ നിലയിൽ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ആസൂത്രിതമായി നടപ്പാക്കിയിട്ടുള്ള കൊലയാണ് വെഞ്ഞാറമൂട്ടിൽ നടന്നിട്ടുള്ളത്. അതിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കുള്ള പങ്ക് വളരെ വ്യക്തമാണ്. അത് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ആളുകളുടെ പ്രതികരണവും വളരെ കൃത്യമാണല്ലോ. വളരെ കൃത്യമായി തന്നെ രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്നു, അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിക്കുന്നു. കൊല്ലപ്പെട്ട ആളുകളെ ഗുണ്ടകളാക്കി ചിത്രീകരിക്കുവാനുള്ള ശ്രമം, അവർ കൊല്ലപ്പെട്ട ആളുകളെ വീണ്ടും മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ, ഇത്തരത്തിൽ മുല്ലപ്പള്ളിയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവർ മോശക്കാരാണ് എന്നുള്ള നിലയിൽ സൃഷ്ടിക്കാനുള്ള വലിയ ശ്രമങ്ങൾ പല പത്രങ്ങളും പിന്നെ അവർക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത കേസുകളിൽ പോലും അവർ പ്രതിയാണ് എന്ന് പറയുന്നു. അവർ കൊല്ലപ്പെട്ടതിന് ശേഷവും മൃഗീയമായിട്ടുള്ള രൂപത്തിൽ അവർക്ക് നേരെ അക്രമം അഴിച്ചുവിടുകയാണ്, വാക്കുകൾ കൊണ്ട് അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ്, എഴുത്തുകൊണ്ട് അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസും അവരെ സഹായിക്കുന്ന ചില ആളുകളും ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ആസൂത്രിതമായിട്ടുള്ള ഈ കൊലപാതകം നമ്മുടെ കേരളത്തിൽ നടക്കാൻ പാടില്ലാത്തത്. മുമ്പും നേരത്തെ കൊലപാതകങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ആളുകളുടെ ഭാഗത്തുനിന്നാണ് അത്തരത്തിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടു വന്നിട്ടുള്ളത്. ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരാണ് എങ്കിൽ, ഇടതുപക്ഷ പ്രവർത്തകരാണ് എങ്കിൽ തള്ളി പറയാനുള്ള മാന്യത CPM കാണിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി അത്തരം കൊലപാതകങ്ങളിലൊക്കെ കൃത്യമായ നിലപാടെടുക്കാൻ വേണ്ടി CPM നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ശ്രീ റിജിൽ മാക്കുറ്റി, ഇവിടെ പെരിയ ഇരട്ട കൊലപാതകം ഏറെ ചർച്ചയായതാണ്. അതിനുശേഷം നടന്ന സംഭവവികാസങ്ങളൊക്കെ ഈ നിയമപരമായ പോരാട്ടത്തിനൊക്കെ ലക്ഷങ്ങൾ മുടക്കിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ആ കൊലപാതകം അതിന്റെ പ്രതികാരമാണ് ഇങ്ങ് വെഞ്ഞാറമൂട്ടിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അത്തരത്തിൽ ഒരു പ്രതികാര രാഷ്ട്രീയം അവിടെ നടപ്പിലാക്കുകയായിരുന്നോ കോൺഗ്രസ്? തികച്ചും ബാലിശമായ ആരോപണമാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനോ കോൺഗ്രസ് നേതാക്കൾക്കോ കോൺഗ്രസിന്റെ MP-ക്കോ യാതൊരു പങ്കുമില്ല. ഞങ്ങൾക്ക് മടിയിൽ കനമില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട ശ്രീ അടൂർ പ്രകാശ് MP അദ്ദേഹം പറഞ്ഞത് CBI അന്വേഷിക്കണം ഈ കേസെന്ന്. ഞങ്ങളുടെ നേതാക്കന്മാർ CBI അന്വേഷിക്കണം ഇത് എന്ന് പറയുമ്പോൾ ഈ കേസിനകത്ത് യാതൊരു പങ്കും ഇല്ലാതെന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത്തരം ഒരു കാര്യം പൊതുസമൂഹത്തിന് മുമ്പിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. കാരണം നിങ്ങൾ ഇതിനകത്ത് വളരെ കൃത്യമായി പെരിയ ഇരട്ടക്കൊലക്കേസിനെയും ഈ വെഞ്ഞാറമൂട് കൊലക്കേസിനെയും ക്ലബ്ബ് ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. ഞാൻ ഒരു കാര്യം വളരെ സിമ്പിളായി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ശരത്ലാലും കൃപേഷും ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ അതിദാരുണമായി വെട്ടി കൊളർന്ന് കൊലപ്പെടുത്തിയ കേസാണ് പെരിയയിലെ കേസ്. ഈ കേസിനകത്ത് ഒറ്റൊരു തെളിവ് നമ്മുടെ മുമ്പിൽ നിൽക്കുക. എന്താ തെളിവ്? ആ സംഭവം നടക്കുമ്പോൾ നടന്ന വാൾപ്പയറ്റ്. ഈ ക്രിമിനലുകളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകൾ, കൊട്ടേഷൻ സംഘത്തിന്റെ ആളുകൾ ഈ തെരുവിൽ കിടന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുന്നത് ഞാനും നിങ്ങളും എല്ലാം കാണുന്നു. എന്തുകൊണ്ടാണ് മീഡിയ അത് ചർച്ച ചെയ്യാത്തത്? ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ചർച്ച വരാത്തത്? ഈ CCTV ദൃശ്യം ശരിയാണെങ്കിൽ ഈ CCTV ദൃശ്യത്തിനകത്ത് കാണുന്ന ഒരു രംഗം ഇത് ചേർത്ത് വെച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്. തലശ്ശേരിയിൽ DYFIയുടെ നേതാവായിട്ടുള്ള CUT നസീർ, ആ നസീർ അദ്ദേഹം നോമ്പെടുത്ത് നിസ്കരിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോകുമ്പോൾ തലശ്ശേരി MLA ആയിട്ടുള്ള ഷംസീർ അയച്ച കൊട്ടേഷൻ സംഘം ആ പ്രിയപ്പെട്ട നസീറിന്റെ പിറകിൽ ഓടി അദ്ദേഹത്തെ വെട്ടുന്ന രംഗം CCTVയിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ രംഗത്തിൽ CCTV രംഗത്ത് നമ്മൾ കാണുന്നത് നസീറിനെ വെട്ടുമ്പോൾ നസീർ കൈകൊണ്ട് തടുക്കുന്നതും ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അതുപോലെ അതിനുവേണ്ടി അദ്ദേഹം പഠിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ CCTV ദൃശ്യം അങ്ങനെയാണോ? നിങ്ങളൊന്ന് പരിശോധിക്കുക. അങ്ങനെയാണോ ഈ CCTV ദൃശ്യം? ഈ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാൾപ്പയറ്റ് നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുകയും കുത്തുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നു. ഒരു കാര്യം ഇവിടെ പോലീസ് പറയണം, അല്ലെങ്കിൽ CPM നേതാക്കന്മാർ പറയണം, ഈ CCTV ദൃശ്യം ശരിയാണോ തെറ്റാണോ? പിന്നെ ഒരു കാര്യം, ആരോപണം ആർക്കും ഉന്നയിക്കാം. ആരോപണം ഉന്നയിക്കാനുള്ള കാരണം ഒരു തെളിവും ഇല്ലാത്ത അടിസ്ഥാനത്തിലാണ് ആരോപണം ഉന്നയിച്ചത്. ഇന്നലെ EP ജയരാജൻ പറയുന്നത് നമ്മൾ കേട്ടതല്ലേ? അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ കൊല നടത്തിയതിനു ശേഷം അടൂർ പ്രകാശിനെ വിളിച്ചു കാര്യം സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇന്ന് അദ്ദേഹം മാറിയില്ല. ഇപ്പൊ ജയരാജനായതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അധികം പറയാറില്ല, കാരണം അദ്ദേഹം സ്ഥിരമായി വിഡിത്തം മാത്രം പറയുന്ന ഒരു മന്ത്രിയാണ്. അപ്പൊ അതിനകത്ത് അദ്ദേഹം ഇന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം തിരുത്തി പറയേണ്ടി വന്നു.
ഇതിനകത്ത് വളരെ കൃത്യമായി ഞങ്ങൾ ഇതിനകത്ത് ഒരാളെയും സഹായിച്ചിട്ടില്ല. അങ്ങനെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം ഗൂഢാലോചന നടത്തി ഇങ്ങനെ ഒരു കൊല ആസൂത്രണം ചെയ്യണമെങ്കിൽ CPM-ന്റെ നേതാവിനെയും ഇതിനകത്ത് പങ്കെടുപ്പിക്കേണ്ടതായിട്ടുണ്ടോ? അതൊക്കെ അന്വേഷണം തെളിയിക്കട്ടെ റിജിൽ മാക്കുറ്റി, അതിലൊക്കെ അന്വേഷണം നടക്കുകയാണ്. നമുക്ക് താങ്കളുടെ ഭാഗം അത് കൃത്യമായി താങ്കൾ വിശദീകരിക്കുന്നത്. അങ്ങനെ ഒരു പരസ്പരം ഈ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് അങ്ങനെ അധികം പോകാതെ തങ്ങളുടെ ഭാഗങ്ങൾ വിശദീകരിച്ച് പോകട്ടെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീ അല്ല തിരിച്ചു വരാം, താങ്കൾ തിരിച്ചു വരാം. ശ്രീ പ്രകാശ് ബാബു, ഇവിടെ രാഷ്ട്രീയ കൊലപാതകമെന്ന് CPM നേതാക്കൾ ആവർത്തിക്കുന്നു. കോടിയേരി ബാലകൃഷ്ണനും ഉന്നത ഗൂഢാലോചനയൊക്കെ ഇന്ന് ആ തരത്തിൽ ഏറ്റവും അവസാനമായി വന്ന പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല, ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് എന്ന് ആവർത്തിക്കുന്നു. ഒരു പടി കൂടി കടന്ന് അടൂർ പ്രകാശ്, ആരോപണ വിധേയനായി നിൽക്കുന്ന അടൂർ പ്രകാശ് MP, CBI വരട്ടെ, CBI അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കട്ടെ എന്നും പറഞ്ഞു വെക്കുന്നു. ഇവിടെ BJP ഏത് പക്ഷത്താണ്? ഈ സംഭവം നടന്ന് 2-3 ദിവസമായല്ലോ, എന്തെങ്കിലും ബോധ്യം വന്നോ? എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്താണ്? അല്ല, ഇവിടെ കൊലപാതകത്തിൻ്റെയും അക്രമത്തിൻ്റെയും രക്തം പുരണ്ട കുപ്പായം അത് കോൺഗ്രസിന് എത്രത്തോളം ചേർന്നതാണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു ആക്രമണമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കോൺഗ്രസ്സുകാർ പലപ്പോഴും പറയും ഞങ്ങൾ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാണ്, ഗാന്ധിയന്മാരാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അഹിംസാ മാർഗമാണ്. എന്തായാലും വെഞ്ഞാറമൂട് സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ അക്രമ രാഷ്ട്രീയവും കോൺഗ്രസിൻ്റെ കതറിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഗുണ്ടാ സംഘങ്ങളുടെയൊക്കെ തന്നെ വ്യക്തമായിട്ടുള്ള മുഖം നമ്മളിവിടെ പൊതുസമൂഹം ദർശിച്ചു കഴിഞ്ഞു. ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ വാദം കേൾക്കുമ്പോൾ ഇത്ര വലിയൊരു സമാധാനത്തിൻ്റെ വക്താക്കൾ ലോകത്തെവിടെയും ഇല്ല എന്നാണ് കരുതുക. കഴിഞ്ഞ 7 വർഷം 10 പേരെ കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനറിയാം. പക്ഷേ ഇവിടെ കേരളത്തിൻ്റെ പൊതു മനസ്സാക്ഷി അതിപ്പോഴും ചില ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട്. ഇവിടെ എന്തായാലും കൊല ചെയ്യപ്പെട്ടവരുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവരുടെ പിതൃത്വം DYFIയുടെ സംസ്ഥാന നേതൃത്വം തന്നെ ഏറ്റെടുത്തു. മറുഭാഗത്തുള്ളത് കോൺഗ്രസിൻ്റെ ആൾക്കാരായിട്ടുള്ള പ്രതികളുമാണ്. അങ്ങനെ വരുമ്പോൾ DYFIയുടെ ജോയിന്റ് സെക്രട്ടറി, അതേപോലെ തന്നെ യൂണിറ്റ് സെക്രട്ടറിമാരായിട്ടുള്ള കൊല ചെയ്യപ്പെട്ടവർ, അവർ ഏത് സാഹചര്യത്തിലാണ് ഈ DYFIയുടെ നേതൃത്വത്തിൻ്റെ സന്തത സഹചാരികളായിട്ടുള്ള ഇവർ വടിവാളുമായി ഈ ടൗണിലെത്തിയിട്ടുള്ളത്? അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കളുമായി വലിയ ബന്ധം പുലർത്തുന്ന ഒരുപറ്റം ഗുണ്ടകൾ ആയുധങ്ങളുമായി എങ്ങനെ അവിടെ എത്തി? ഈ ഗുണ്ടാ സംഘങ്ങളെ ആരാണ് സംരക്ഷിക്കുന്നത്? ഈ ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹം ഉത്തരം കാത്തിരിക്കുകയാണ്. ശരി, എന്തായാലും ഇത് വികലമായിട്ടുള്ള ഒരു നേതൃത്വത്തിൻ്റെയും അതേപോലെ തന്നെ നയവൈകല്യം കൊണ്ടും പൊറുതിമുട്ടിയിട്ടുള്ള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും, അതേപോലെ തന്നെ കേരളത്തിൽ തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും സ്വജനപക്ഷപാതത്തെല്ലാം തന്നെ പൊതുസമൂഹത്തിൻ്റെ വലിയ രീതിയിലുള്ള വികാരം നേരിടുന്ന ഇടതുപക്ഷത്തെയും സംബന്ധിച്ചിടത്തോളം താൽക്കാലിക ആശ്വാസമാകാം. പക്ഷേ ഇവിടെ കേരളത്തിൻ്റെ പൊതുസമൂഹം പല ഘട്ടങ്ങളിലായിട്ട് ഒരുപക്ഷെ പെരിയ ഇരട്ടക്കൊലപാതകം, നമ്മുടെ സഹോദരന്മാർ കൃപേഷും ശരത്തും നമ്മളെ വിട്ടുപിരിഞ്ഞപ്പോൾ ഇത് കേരളത്തിലെ അവസാനത്തെ രാഷ്ട്രീയ കൊലപാതകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച ഒരു പൊതുസമൂഹമാണ്. ആ പൊതുസമൂഹത്തിന് മുന്നിലാണ് തലസ്ഥാന നഗരിയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഗുണ്ടാ സംഘങ്ങളെ തെരുവിലിറക്കി വിട്ട് കേരളത്തിന്റെ പൊതു സമാധാനത്തെ നശിപ്പിക്കുന്നത് എന്നുള്ളത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. MP അടക്കമുള്ളവർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ. ശരി, എന്തായാലും പല ഘട്ടങ്ങളിലും ഈ പ്രതികൾക്ക് വേണ്ടി INTUസിന്റെ നേതാക്കളും ഒക്കെ തന്നെ ഇടപെട്ടു എന്നുള്ള വാർത്ത നിലനിൽക്കുമ്പോൾ ഇതെല്ലാം തന്നെ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ്. എന്തായാലും ഞങ്ങൾ ഈ കൊലപാതക രാഷ്ട്രീയത്തെ അപലപിക്കുക തന്നെയാണ്. ശരി, ശ്രീ DK മുരളി, ഇന്ന് അടൂർ പ്രകാശ് അദ്ദേഹം ഇന്നലെ നിരവധിയായ ആരോപണങ്ങൾ ഉന്നയിച്ചു. താങ്കൾക്കെതിരെ വ്യക്തിപരമായ രീതിയിൽ പോലും നീങ്ങുകയുണ്ടായി. ആ തരത്തിൽ ഇതിന്റെ തുടക്കകാലമായി ഒക്കെ ബന്ധപ്പെട്ട് സംസാരിക്കുകയുണ്ടായി. ഇന്ന് പറഞ്ഞത് താൻ അത്തരം ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കും. നമുക്ക് അടൂർ പ്രകാശിന്റെ വാക്കുകളിലേക്ക് വളരെ പെട്ടെന്ന് പോകാം. DYFIയുടെ സംസ്ഥാന സെക്രട്ടറി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ അർദ്ധരാത്രിയിൽ 2:45 മണിക്ക് വന്ന് അവിടെ മൊഴി കൊടുക്കുന്ന ആളിന് നിർദ്ദേശം കൊടുക്കുവാൻ വേണ്ടി വന്നു എങ്കിൽ അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധന നടത്തണം. ആ പരിശോധനയിലൂടെ കാര്യങ്ങൾ കുറേ കൂടി കാര്യങ്ങൾ പുറത്തു വരട്ടെ. ഇത് എങ്ങനെ ഉണ്ടായി ഈ സംഭവം
ഉണ്ടായി എന്നതിനെക്കുറിച്ചൊക്കെ പുറത്തു വരണം. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, MLA-യുടെ മകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാമെങ്കിലും ഞാൻ പറയുന്നു. ശ്രീ DK മുരളി, വീണ്ടും അദ്ദേഹം അത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണ്. പക്ഷേ ഒരു പടി കൂടി കടന്ന് CBI വരട്ടെ, ഇതിന് ആ തരത്തിൽ തനിക്ക് ബന്ധമില്ല, തൻ്റെ പാർട്ടി പ്രവർത്തകരെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഗൂഢാലോചനയോ മറ്റു കാര്യങ്ങളോ നടന്നിട്ടില്ല, CBI വന്ന് അന്വേഷിച്ചാൽ കാര്യങ്ങൾ കൃത്യമായി പുറത്തു വരും, തനിക്ക് അത്തരത്തിൽ ബന്ധമുണ്ട് എന്ന ആക്ഷേപം അത് ഒരു തരത്തിലും തെളിവുകളില്ലാത്ത ഒരു കാര്യമാണ്. അന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ ഓഡിയോ സംഭാഷണത്തിനപ്പുറം എന്ത് തെളിവ് അത്തരത്തിൽ ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ട്? പോലീസ് അന്വേഷണം ആ ഘട്ടത്തിലെത്തിയോ ശ്രീ DK മുരളി? ഇത് ശ്രീ അടൂർ പ്രകാശ് ആരോപണത്തിൽ ഉറച്ചു തന്നെ നിന്നോട്ടെ. അദ്ദേഹം വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നതിൻ്റെ പിന്നിൽ ഇതിന് പിന്നിലുള്ള ഗൂഢാലോചന ശരിയായ വിധത്തിൽ അന്വേഷിച്ചാൽ തീർച്ചയായും അദ്ദേഹം പ്രതിയാകും എന്നുള്ള ഭയപ്പാടിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ഉടലെടുത്ത ജൽപ്പനങ്ങൾ മാത്രമാണ്. അദ്ദേഹം എൻ്റെ മകനുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം ഉന്നയിക്കുന്നു. എനിക്ക് 2 ആൺമക്കളാണുള്ളത്. ഏതു മകൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ആരുമായി സംഘർഷം ഇതുവരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആരോ കുറിച്ച് കൊടുക്കുന്ന കാര്യങ്ങൾ വെച്ച് അവാസ്തവമായ തെറ്റിദ്ധാരണാജനകമായ കുറേയധികം കാര്യങ്ങളാണ് പറയുന്നത്. എൻ്റെ മകനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളതിൻ്റെ തുടക്കമെന്ന് പറയുന്നു. അതിനൊരു വസ്തുത വേണ്ടേ? വേങ്കമല ക്ഷേത്രത്തിൻ്റെ ഒരു സന്ദർഭത്തിൽ പറഞ്ഞതാണ് ഉത്സവമായി ബന്ധപ്പെട്ടൊരു സംഘർഷമെന്നാണ്. നിങ്ങളെല്ലാം പോയി അന്വേഷിച്ച് നോക്കൂ. വേങ്കമല ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് എൻ്റെ മകൻ ആ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോയിട്ട് ഉള്ള ആളെ അല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാർത്തയാകില്ലേ? അത് ഏതെങ്കിലും തരത്തിലുള്ള കേസ് വരില്ലേ? ഇതൊന്നുമില്ല. വെറുതെ ഒരു പുകമുറ സൃഷ്ടിക്കലാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ ഒരു ആരോപണം ഉന്നയിക്കുന്നു, തേമ്പാമൂട്ടിൽ 2 കൂട്ടർ തമ്മിലുള്ള, അത് BJPയും കോൺഗ്രസും എല്ലാം അങ്ങനെ ഒരു പ്രചരണം നടത്തുകയാണ്. മരണപ്പെടുന്നത്, കൊല്ലപ്പെടുന്നത് DOFI ആണെങ്കിൽ CPM ആണെങ്കിൽ ആ കൊലപാതകത്തിൻ്റെ ഗ്രാവിറ്റിയും ആ കൊലപാതകത്തിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചനയും എല്ലാം നിഷ്ക്രിയമാകത്തക്ക രൂപത്തിൽ ആരോപണം എങ്ങനെയെങ്കിലും CPM-നെതിരെ തിരിച്ചുവിടുക എന്ന ലാക്കോടുകൂടിയാണ് ഇവരെല്ലാം പ്രചരണം നടത്തുന്നത്. അവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ തേമ്പാമൂട് ജംഗ്ഷനിൽ 2 കൂട്ടർ തമ്മിലുള്ള സംഘർഷമാണ് ഉണ്ടായതെങ്കിൽ പ്രതികളിൽ ആർക്കെങ്കിലും മാരകമായി പരിക്കേൽക്കണ്ടേ? കൊല്ലപ്പെട്ട ആളുകൾ ആയുധവുമായി പോയി അതിന്റെ ഭാഗമായിട്ടുള്ള സംഘർഷമാണ് എങ്കിൽ പ്രതികളായി പിടിക്കപ്പെട്ടവരുണ്ടല്ലോ. വടിവാളെടുത്ത് പരസ്പരം വെട്ടുന്നത് കാണാമല്ലോ ആ CCTV ദൃശ്യങ്ങളിൽ. നേരത്തെ പറഞ്ഞ പോലെ ഈ പെരിയ കൊലപാതകത്തിലൊക്കെ ഏകപക്ഷീയമായിരുന്നുവെങ്കിൽ ഈ കോൺഗ്രസ് പറയുന്ന കാര്യം, പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുന്ന ഈ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ആക്രമണമൊക്കെ പറയുന്നതിന് അവരെ സാധൂകരിക്കുന്നത് ആ ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്. ഈ ചെറുപ്പക്കാര് ഈ പറയുന്നത് പോലെ പോകുമ്പോൾ അവരെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ പ്രതിരോധിച്ചിരിക്കാം. അവരുടെ കയ്യിൽ വാളാണോ വടിയാണോ ഇവരിൽ നിന്ന് എങ്ങനെയും കൈവശപ്പെടുത്തിയാണോ എന്നൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ. അവരെ ഒരുപക്ഷെ പ്രതിരോധിച്ചിരിക്കും, സ്വാഭാവികമല്ലേ അത്. പക്ഷേ ഒരാളെ ഒറ്റക്കുത്തിനാണ് കൊലപ്പെടുത്തിയത്. മറ്റു മരണപ്പെട്ട ഒരാളിന് ഈ പറയുന്നത് പോലെ നിരവധി 18ഓ 20ഓ വെട്ടുകളാണ് ദേഹത്ത് കൊണ്ടിരിക്കുന്നത്. ആ സ്പോട്ടിൽ തന്നെ ഒരാൾ വീണ് മരിക്കുകയാണ്. തിരിച്ച് വടിവാളുമായിട്ടാണ് ഇവർ പോയതെങ്കിൽ വടിവാൾ വീശിന്റെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും ഒരു പരിക്ക് വരണ്ടേ? അങ്ങനെയൊന്നും വന്നില്ലല്ലോ. പരിക്കുകൾ ഏറ്റതെല്ലാം ഈ മരണപ്പെട്ടയാളിനും അവരെ കൂടെ പോയ ഒരു ചെറുപ്പക്കാരനുമല്ലേ. അപ്പോൾ ഇത് വസ്തുതാവിരുദ്ധമായി വ്യാഖ്യാനിച്ചെടുക്കലാണ്. ഇത് ആദ്യമായി ഇറങ്ങിയിരുന്നതല്ല. ഇതിനു മുമ്പ് ഇതേ പ്രതികൾ തേമ്പാമൂട്ടിൽ DOFIയുടെ പ്രവർത്തകനായ ഫൈസലിനെ ആക്രമിച്ച കേസുണ്ട്. 307 കൊലപാതക ശ്രമം. ആ കൊലപാതക ശ്രമ കേസിൽ എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ശ്രീ അടൂർ പ്രകാശ് MP ഉൾപ്പെടെയുള്ള ആളുകളാണ്. അതെല്ലാവർക്കും അറിയാം. അന്ന് എന്താ അടൂർ പ്രകാശ് MPയുടെ ഇക്കാര്യത്തിലുള്ള വിശദീകരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എൻ്റെ അടുത്ത് പലരും വരും, പല കേസുകളിലും ഇടപെടേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, ഒരു കൊലപാതക ശ്രമ കേസിൽ ഒരു ചെറുപ്പക്കാരനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരു ജനപ്രതിനിധി അത്തരത്തിൽ പരസ്യമായി ഇടപെടാമോ? ഇടപെട്ട് സഹായിക്കാമോ? ആ സഹായമാണ്
അവർക്ക് പിന്നീട് ഒരു കൊലപാതകത്തിലേക്ക് പോകാനുള്ള ധൈര്യം പകർന്നത്. ശരി, തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇവിടെ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ഒരു കാര്യം, അതായത് പഴയ CPM നേതാക്കൾക്കെതിരെയുള്ള പല കേസുകളും MM മണിക്കെതിരെ പ്രസംഗം നടത്തിയതുമായി ബന്ധപ്പെട്ട കേസ് ചൂണ്ടിക്കാട്ടി, അതിനുശേഷം ഷുക്കൂർ വധക്കേസിൽ ജയരാജനും രാജേഷുമൊക്കെ ഈ കൊലപാതകം അറിഞ്ഞു, അതിന് പ്രതികളാക്കപ്പെടുകയും ആ തരത്തിൽ വിചാരണ നേരിടപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഏതാണ്ട് അതേ രീതിയിലാണ് ഈ കേസും പോകുന്നത്. അപ്പോൾ അദ്ദേഹം ലക്ഷ്യം വെക്കുന്ന ആരെയാണെന്ന് മനസ്സിലാകുന്നു. അദ്ദേഹത്തിൻ്റെ ഈ കേസിൻ്റെ അന്വേഷണം ഏത് ദിശയിലേക്ക് പോകുന്നു എന്നത് വ്യക്തമാക്കി തരികയാണ് കോടിയേരി ബാലകൃഷ്ണൻ. ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പെരിയയുടെ പ്രതികാരമാണ് വെഞ്ഞാറമൂട് നടന്നത് എന്ന് പറഞ്ഞു വെക്കുന്നു. ഇതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപങ്ങൾ വരുന്നതിനപ്പുറം അന്വേഷണം നടക്കുന്നുമുണ്ട് ഒരു ഘട്ടത്തിൽ. ഇത്തരം വാക്കുകൾ തുടർച്ചയായി വരുന്നതിനെ എങ്ങനെ കാണണം? അല്ല, ഇത് രണ്ട് കൂട്ടർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകുന്നു, അല്ലെങ്കിൽ സംഘടന ഉണ്ടാകുന്നു. അത് CCTV ദൃശ്യം കൊണ്ട് വ്യക്തമാണ്. പിന്നെ കൂടുതൽ ആയുധം ഉപയോഗിച്ചു, ആര് കൂടുതൽ ബലപ്രയോഗം നടത്തി എന്നുള്ളതൊക്കെ വേറെ ചോദ്യമാണ്. തീർച്ചയായിട്ടും രണ്ട് വിഭാഗക്കാരും മാരകായുധങ്ങളുമായിട്ടാണ് ഈ സ്ഥലത്ത് എത്തിയത്. തേമ്പാമ്പൂട്ടിൽ വെച്ച് ഒരു കൂട്ടർ തല്ലുകയും മറ്റു കൂട്ടർ കൊള്ളുകയുമായിരുന്നില്ല. അത് വളരെ വ്യക്തമാണ്. ഇനിയിപ്പോൾ ചെറുത്തുനിൽപ്പാണോ, പ്രതിരോധമാണോ, അതോ പ്രത്യാക്രമണമാണോ, അതൊക്കെ നമ്മൾ ഭാവനയ്ക്കനുസരിച്ച് നമ്മുടെ വാക്കുവിലാസം അനുസരിച്ചുമൊക്കെ വ്യാഖ്യാനിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, രണ്ട് ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്, അപലപനീയമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തേണ്ടതാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രധാന കുഴപ്പം ഈ കൊന്നവരെ പോലീസ് പിടിക്കും, കൊല്ലിച്ചവരെ പിടിക്കില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ പുറകിൽ ആസൂത്രണം ഉണ്ടെങ്കിൽ, ഇതിൻ്റെ പുറകിൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. അത് അന്വേഷിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഇവിടെ CPM ആണല്ലോ ഭരിക്കുന്നത്, മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടക്കണം. അതിൽ അടൂർ പ്രകാശിന് പങ്കുണ്ടെങ്കിൽ അദ്ദേഹത്തെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യണം, അദ്ദേഹത്തെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇനി മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാവിന് പങ്കുണ്ടെങ്കിൽ അത് ആര് തന്നെ ആയിക്കോട്ടെ, അത് MLA-യോ MP-യോ അതല്ല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോ ഗ്രാമപഞ്ചായത്ത് അംഗമോ ആരും തന്നെയായാലും അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. അതിൽ വെറുതെ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് പേരിയയിൽ നടന്ന കൊലപാതകത്തിന് വെഞ്ഞാറമൂട്ടിൽ പ്രതികാരം ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് ഒരു രസമായിട്ട് തോന്നുമെന്നല്ലാതെ അതൊക്കെ വസ്തുതാപരമായിട്ട് നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പേരിയയിൽ രണ്ടുപേരെ കൊന്നെങ്കിൽ അവിടെ തന്നെ രണ്ടുപേരെ തിരിച്ചു കൊല്ലുകയാണെങ്കിൽ അതിനൊരു ന്യായമുണ്ട്. പണ്ട് ചീമേനിയിലൊക്കെ നടന്ന പോലെ ചീമേനിയിൽ CPM-കാരെ കൊന്നു, CPM-കാർ അതേ കോൺഗ്രസ്സുകാരെ തന്നെ ആ പ്രതികളെ തന്നെ തിരിച്ച് കൊലപ്പെടുത്തി. അങ്ങനെയാണ് ഉണ്ടായത്. അങ്ങനെയൊക്കെ ചെയ്യാം. അതൊക്കെ ചെയ്ത ചരിത്രം ഉണ്ടായിട്ട്, സംഭവങ്ങളുണ്ടായിട്ട്. ഇപ്പോൾ കതിരൂരും പാനൂരും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് റിജിൽ മാക്കൂറ്റിട്ട് വെച്ചാൽ പുള്ളി കൃത്യമായിട്ട് പറയും. ആ പ്രദേശത്തൊക്കെ നിരന്തരമായിട്ട് ഈ RSS-കാരും CPM-കാരും തമ്മിൽ നിരന്തരമായി ഏറ്റുമുട്ടലുണ്ടാകാറുണ്ട്. നാദാപുരത്ത് ലീഗുകാരും CPM-കാരും തമ്മിൽ ഉണ്ടാകാറുണ്ട്. മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ടാകാറുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ഒന്നും കണക്ക് പറയുന്നില്ല. അതാത് സ്ഥലത്ത് അതിന് പകരം ചോദിക്കുകയോ പ്രതികാരം ചെയ്യുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു രസമുണ്ട്. അല്ലാണ്ട് പെരിയയിൽ 1 കൊല്ലം മുമ്പ് നടന്ന 1.5 കൊല്ലം മുമ്പ് നടന്ന കൊലപാതകത്തിന് വെഞ്ഞാറമൂട്ടിൽ ഇപ്പോൾ പ്രതികാരം ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ആരോട് പറയാം എന്നല്ല, ഇത് പറയാമെന്നല്ലാണ്ട് വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ കേൾക്കുന്നവർക്ക് ബുദ്ധിയില്ല അല്ലെങ്കിൽ ബോധമില്ല എന്ന് വിചാരിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വാദിക്കുന്നവർക്ക് എന്തുകൂടി വാദിക്കാം, അല്ലാണ്ട് പ്രയോജനമില്ല. ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട സർക്കാരാണ്, പോലീസാണ്, അവരന്വേഷിക്കട്ടെ. അടൂർ പ്രകാശിന് അതിൽ പങ്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പങ്ക് പുറത്തു കൊണ്ടുവരണം. അദ്ദേഹത്തിന് നിയമത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും കടുത്ത ശിക്ഷ മേടിച്ചു കൊടുക്കണം. അതാണല്ലോ ഈ കൊല്ലപ്പെട്ട ആളുകളോട് സർക്കാർ ചെയ്യേണ്ട നീതി, പോലീസ് ചെയ്യേണ്ട നീതി. അപ്പോൾ അത് ചെയ്യണം. അതിന് പകരം ഇതുപോലെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഈ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട ഉദാഹരണം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ജയരാജനും രാജേഷുമൊക്കെ പ്രതിയായത് ആ വിവരം നേരത്തെ അറിഞ്ഞിരുന്നത് കൊണ്ട് മാത്രമാണ്. അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അദ്ദേഹം. അല്ല, ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം. അതിന് പോലീസ് ജാഗ്രതയോടെ പ്രവർത്തിക്കണം. കുറ്റം ചെയ്ത ആളുകൾ, അതിന് സമ്മതം നൽകിയ ആളുകൾ, അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിയ ആളുകൾ, ആസൂത്രണം നടത്തിയ ആളുകളൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതല്ലേ ചെയ്യേണ്ടത്. തെളിവുണ്ടെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ, അല്ലാതെ എന്താ ചെയ്യുക? ഷുക്കൂറിൻ്റെ കേസിൽ അങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ കാര്യമില്ല. ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അതോ അതിൽ കൂടുതലോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അത് അതിൽ കുറവോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം പോലീസിനാണ്, സർക്കാരിനാണ്. തിരിച്ചു വരാം. ഒരു പ്രധാനപ്പെട്ട അതിഥികൾ തുടരുന്നുണ്ട്. ഒരു ഇടവേളയിലേക്ക്. പറയുന്നത് ഇത് CBI അന്വേഷിക്കണം, CBI വരട്ടെ, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും.
തന്നെ കുടുക്കാൻ ഉപയോഗിക്കുന്നത് ഒരു ഫോൺ കോൾ മാത്രമാണ്. അവിടെ MP എന്ന പേര് മാത്രം പറയുന്നു, ഏത് MP ആണെന്ന് പറയുന്നില്ല. മറ്റു തെളിവുകളൊന്നുമില്ലാതെ വെറുതെ ആക്ഷേപിക്കുകയാണ്. പൊതുപ്രവർത്തകനാണ്, പല വിഷയങ്ങളിൽ ഇടപെടേണ്ടി വരും. അതിൻ്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിലും മറ്റും വിളിച്ചു കാണും. ഈ പറഞ്ഞതുപോലെ അടൂർ പ്രകാശിലേക്ക് നിങ്ങൾ ആക്രമണത്തിൻ്റെ മൂർച്ച അത്തരത്തിൽ വെക്കുകയാണ്. അതിനപ്പുറത്തുള്ള ബന്ധങ്ങൾ കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വം അറിഞ്ഞാണ് ഈ സംഭവങ്ങൾ അറിഞ്ഞ് അങ്ങനെയൊരു ആക്ഷേപമുണ്ടോ? ഒന്ന് ഇവിടെ ചർച്ച ചെയ്തപ്പോൾ ഏറ്റുമുട്ടലെന്നും പരസ്പര അക്രമവും എന്നൊക്കെ തന്നെ വരുത്താനുള്ള വല്ലാത്ത വ്യഗ്രത ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. റിജിൽ മാക്കുറ്റിയും അതുപോലെ തന്നെ വക്കീലൊക്കെ ആരെങ്കിലും തങ്ങളെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് തന്നെ വെട്ടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് തല കാണിച്ചു കൊടുക്കൂ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങളത് ചെയ്യില്ല. ഞങ്ങൾക്ക് നേരെ ആരെങ്കിലും വാളുമായിട്ട് ആക്രമിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കിട്ടുന്നതെടുത്ത് പ്രതിരോധിക്കും. അത് അവിടെ കയ്യിൽ കിട്ടിയത് എന്താണോ അതെടുത്ത് പ്രതിരോധിക്കും. നേരത്തെ തന്നെ MLA വളരെ കൃത്യമായിട്ട് സഖാവ് പറഞ്ഞല്ലോ, അവിടെ ഒരാൾക്ക് പോലും ആക്രമിക്കാൻ വന്ന ഒരാൾക്ക് പോലും തിരിച്ച് ഒരു പരിക്ക് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അതിലെവിടെയാണ് പരസ്പരമുള്ള ഏറ്റുമുട്ടലായി മാറുന്നത്? അത് ഏകപക്ഷീയമായിട്ടുള്ള അക്രമമാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. മറ്റൊന്ന്, ചീമേനി സംഭവത്തൊക്കെ തന്നെ വളരെ നിസ്സാരവൽക്കരിച്ച് കാണിക്കുക. എന്താ ചീമേനി സംഭവം? 5 പേരെ ഒരു പാർട്ടി ഓഫീസിലിട്ടിട്ട് മൃഗീയമായി തീ കത്തിച്ച് കൊന്നതാ. അങ്ങനെ തീയിട്ട് ചുടുന്ന സമയത്ത് പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ട ആളുകളെ കാത്തിരുന്ന് പുറത്തുനിന്ന് വെട്ടിക്കൊന്നു. എന്നിട്ട് ചീമേനിയിലൊരു കൊലപാതകം ഉണ്ടായി എന്നൊക്കെ വളരെ നിസ്സാരമായിട്ട് ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. പിന്നെ അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശ് വളരെ കൃത്യമായിട്ട് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ആശുപത്രിയിൽ ഒരേ സമയം ഇരിക്കുമ്പോൾ അപ്പുറത്തെ ഏതോ തലക്കലുണ്ടായിരുന്ന ഒരാൾക്കൊരു ഫോൺ വന്നപ്പോൾ അതിൽ ഈ ഷുക്കൂറിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് സഖാവ് P ജയരാജനെയും അതുപോലെ തന്നെ TV രാജേഷിനെയും ജയിലിലിട്ടത്. ഇത് വളരെ കൃത്യമായിട്ട് MP തന്നെ വിളിക്കുകയാണ്. MP താനല്ലെങ്കിൽ പിന്നെ ആരാ? അദ്ദേഹം പറയട്ടെ, ശശി തരൂരാണോ അതോ ഇനി വേറെ മറ്റ് MP-മാരാണോ, പ്രേമേന്ദ്രനാണോ? അങ്ങനെ UDF-ന്റെ ഏത് MP ആണ് ആ പ്രദേശത്തുള്ളതോ അല്ലെങ്കിൽ ആ പ്രദേശത്തല്ലാത്തതോ ആയിട്ടുള്ള ഏത് MP ആണ് എന്ന് അദ്ദേഹം പറയട്ടെ. അദ്ദേഹമല്ല ആ MP എങ്കിൽ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് അത്തരത്തിൽ ഞാൻ വിളിച്ചിട്ടുണ്ടാവും എന്ന് അദ്ദേഹം തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ ആദ്യം സമ്മതിക്കുന്ന സ്ഥിതി ഉണ്ടായല്ലോ. വളരെ കൃത്യമായി അദ്ദേഹത്തിന് പറയേണ്ടി വന്നല്ലോ. അതിനുശേഷമാണ് അദ്ദേഹത്തിന് അബദ്ധം മനസ്സിലായതും പിന്നീട് അദ്ദേഹം വാക്കുമാറ്റി പറയുകയും ചെയ്തിട്ടുള്ളത്. വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ നിലവിൽ നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തെ അദ്ദേഹം ഭയപ്പെടുന്നുണ്ടാവും തീർച്ചയായിട്ടും. കാരണം തെറ്റ് ചെയ്തു എന്നുള്ള ഉറപ്പുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയമുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ CBI അന്വേഷണം വേണമെന്നോ വേറെ ഏതെങ്കിലും അന്വേഷണം വേണമെന്നോ അത്തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു എന്ന ആക്ഷേപം അടൂർ പ്രകാശ് ഉന്നയിച്ചിരുന്നു. അതും ഈ സ്വാധീനിക്കുന്നതിന്റെ പോലീസിനെ സ്വാധീനിക്കുന്നതിന്റെ ഭാഗമാണ്, അങ്ങനെ ചില സ്വാധീനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ടതിന് ശേഷം ഒരു സ്റ്റേഷനിലേക്ക് കയറി ചെന്നതിനെ കുറിച്ചിട്ടാണോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കൊല്ലുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചതിനെ പോലീസ് സ്റ്റേഷനിലൊന്ന് കയറി എന്ന് വെച്ച് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആളുകൾ തീരുമാനിക്കട്ടെ. വളരെ കൃത്യമായി തനിക്ക് പങ്കുള്ള ഒരു കേസ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം കാണിക്കുന്ന ഗിമ്മിക്കുകൾ, അദ്ദേഹം മെയ്വഴക്കത്തോടു കൂടി അതിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അത് അങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അദ്ദേഹത്തിന് ഇതിലുള്ള കൃത്യമായിട്ടുള്ള പങ്ക് പുറത്തു വരികയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് ഉന്നതരിലേക്കാണ് എത്തുന്നതെങ്കിൽ ആ ഉന്നതരിലേക്ക് ഈ കേസ് എത്തുക തന്നെ ചെയ്യും. അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക തന്നെ ചെയ്യും. അതിനു വേണ്ടിയിട്ട് എല്ലാ വിധത്തിലുള്ള ഇടപെടലുകളും നടത്തും. അത് ഗവൺമെൻറ് എന്നുള്ള രൂപത്തിൽ, പോലീസ് എന്നുള്ള രൂപത്തിലുള്ള അന്വേഷണം അവിടെ നടക്കും. ആ അന്വേഷണത്തെ എല്ലാ വിധത്തിലും സ്വാഗതം ചെയ്തുകൊണ്ട് ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ തെറ്റ് ചെയ്ത ആളുകൾക്ക് അത്തരത്തിലുള്ള പേടിയും ഭയപ്പാടും ഒക്കെ തന്നെ പലപ്പോഴും ഉണ്ടാവും. അപ്പോൾ അവർ പല വിഭ്രാന്തിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് ചെവി കൊടുക്കാനല്ല ഞങ്ങൾക്ക് സമയം. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ 2 പ്രവർത്തകരുടെ, ഉശിരായിട്ടുള്ള ഞങ്ങളുടെ 2 സഖാക്കളുടെ ജീവനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ആ ജീവന് ഞങ്ങൾ മറുപടി ചോദിക്കുക എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള നിയമം വഴി കിട്ടേണ്ട പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുത്തുകൊണ്ടാണ് അത് ഞങ്ങൾക്ക് അതിനോട് പകരം ചെയ്യാനുള്ളത്. ഇനി ഒരു രാഷ്ട്രീയ കൊലപാതകം ഈ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ നടക്കില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളും നിലപാടുകളും എടുക്കുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രതിരോധം എന്നുള്ള നിലക്ക്, പ്രതികാരം എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ളത്. ജയശങ്കർ, പ്രധാനപ്പെട്ട 3 യുവ നേതാക്കളാണ് നമുക്കൊപ്പം ഈ ചർച്ചയിലുള്ളത്. ഈ ചർച്ചയുടെ ഒരു ഘട്ടം, അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം വരണമെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ സാനു പറഞ്ഞത്, ഒപ്പം ഒരുപക്ഷെ റിജിൽ മാക്കുറ്റിക്കും പ്രകാശ് ബാബുവും നേരത്തെ പറഞ്ഞു വെച്ചത് തന്നെയാണ്, ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇനിയും ആവർത്തിക്കരുത്. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പല ചർച്ചകളിലും ഈ സംഭവങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ. പക്ഷേ വീണ്ടും
ഇത് ആവർത്തിക്കും? ഞാൻ നേരത്തെ ഒരു കണക്ക് പറഞ്ഞത് 36 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്. ഈ സർക്കാരിൻ്റെ കാലത്ത് 20 രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞതുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു രാഷ്ട്രീയ കൊലപാതകവും നടത്താത്ത അല്ലെങ്കിൽ അതിന് തുനിയാത്ത ഒരു പാർട്ടിയിലെ അംഗം എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട് എന്ന രീതിയിൽ. ഇത്തരത്തിൽ ഈ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാൻ ആരാണ് മുൻകൈ എടുക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഈ സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്? അല്ല, അത് നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയ സംസ്കാരം മാറണം. അത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഓരോ പാർട്ടിയും ഞങ്ങൾ രാഷ്ട്രീയ കൊലപാതകത്തിനെതിരാണെന്ന് പറയുകയും പറഞ്ഞ് നാവെടുക്കുന്നതിന് മുമ്പ് ഇത് ആവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പണ്ട് ഈ തലശ്ശേരിയിൽ റിജിൽ മാക്കൂറ്റിയുടെ നാട്ടിൽ ഇപ്പോൾ പണ്ടത്തെ പോലെ ഇല്ല, ഒരു സമയത്ത് പ്രത്യേകിച്ച് ഈ 80-81 കാലത്ത് ഒക്കെ സ്ഥിരം രാഷ്ട്രീയ കൊലപാതകങ്ങളാണ്. തലശ്ശേരിയിൽ മുകുന്ദ് തിയേറ്റർ എന്ന് പറഞ്ഞ ഒന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതിൻ്റെ മുമ്പിൽ ബോർഡ് വെച്ചിരുന്നു, ഈ സ്കോർ ബോർഡ്, RSS 4, CPM 5, വൈകുന്നേരം ആകുമ്പോൾ അത് 6, 7, അങ്ങനെ സ്കോർ ബോർഡ് വെച്ച് കൊലപാതകം നടത്തിയ സന്ദർഭങ്ങളുണ്ടായിട്ട്. കണ്ണൂർ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രി EK നായനാർ യോഗം വിളിച്ച് 2 കൂട്ടരെയും വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നുണ്ട്. സർവകക്ഷി യോഗം നടക്കുന്നതിനിടയ്ക്ക് തൊട്ടുപുറത്ത് കൊലപാതകം നടന്ന സംഭവം ഉണ്ടായിട്ട്. ഇനി RSSകാരനാണെന്ന് തെറ്റിദ്ധരിച്ച് അഖിലേന്ത്യാ ലീഗുകാരനെ വെട്ടിക്കൊന്ന സംഭവം ഉണ്ടായിട്ട്. ഇങ്ങനെയൊക്കെ ഇത് തികച്ചും നിരപരാധികൾ, ഇത് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ മിക്കപ്പോഴും കൊല ചെയ്യപ്പെടുന്നു. അങ്ങനെയൊക്കെ ഉള്ള അതിക്രമങ്ങൾ പണ്ട് സമീപകാലം വരെ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതുകൊണ്ടൊന്നും രാഷ്ട്രീയമായിട്ട് എതിരാളികളെ ഇല്ലാതാക്കാനൊന്നും പറ്റുകയില്ല. ഇത് കുറച്ച് ആളുകളുടെ താല്പര്യപ്രകാരം ഇങ്ങനെ കുറച്ച് പേര് ചാകാനും കുറച്ച് പേര് കൊല്ലാനും നടക്കുന്നു എന്നുള്ളതല്ലാതെ അതുകൊണ്ട് ഒരിക്കലും അത് ശാശ്വതമായ ഒരു പരിഹാരത്തിൽ എത്തുകയില്ലെന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് ഇത് ചെയ്യുന്ന ആളുകളെ കുറിച്ച് വളരെ എതിർപ്പേ കാണുകയുള്ളൂ. ഇപ്പോൾ ഈ ശരത്ലാൽ കൃപേഷ് എന്ന് പറഞ്ഞ 2 ചെറുപ്പക്കാരെ കൊന്നിട്ട് എന്താ സംഭവിച്ചത്? അതുകൊണ്ട് കാസർഗോട്ട് നിന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇല്ലേ? ഷുക്കൂറിൻ്റെ സ്ഥിതി നമുക്കറിയാം. അല്ലെങ്കിൽ ഷുഹൈബ് എന്ത് കുറ്റം ചെയ്ത അയാളൊരു തട്ടുകടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുട്ടിന് താഴെ 34 വെട്ടുകുട്ടിയാണ് ആ ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കൊലപാതകങ്ങൾ ചെയ്തതിന് ശേഷം ഞങ്ങൾ വിശുദ്ധന്മാരാണ്, പുണ്യവാളന്മാരാണെന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ പരിഹസിക്കുകയും ചിരിക്കുന്നതല്ലാണ്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ട. അവരൊരു പ്രവൃത്തി കൊണ്ടാണ് തെളിയിക്കേണ്ടത്, അല്ലാതെ സിദ്ധാന്തം കൊണ്ടല്ല. വാഗൊണ്ട് പലതും പറയും, എന്നിട്ട് നേർവിപരീതമായ കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് പോയിക്കോളൂ, ഈ നിർഭാഗ്യകരമായ കൊലപാതകം ഉണ്ടായി, അപലപനീയമായ സംഭവം എന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ ആഫീസുകൾ അടിച്ചു തീർന്നില്ല ഈ നാട്ടിലെമ്പാടും. അതിനെന്ത് ന്യായീകരണമുള്ളത്? പണ്ട് ഈ കൂത്തുപറമ്പിൽ 5 പേര് വെടിയേറ്റ് മരിച്ചപ്പോൾ MP രാഘവനോട് എതിർപ്പുണ്ടാകുന്നത് മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ സ്നേക്ക് പാർക്ക് ആക്രമിച്ച് ഈ മിണ്ടാപ്രാണികളെ കത്തിച്ചു പോകുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് ന്യായമുള്ളത്? അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഈ നാട്ടിൽ ഇങ്ങനെയുള്ള അക്രമം കൊണ്ടൊന്നും ആളുകളെ ഒരു തരത്തിൽ സ്വാധീനിക്കാൻ കഴിയുകയില്ല എന്നല്ലാണ്ട് ചില ആളുകളുടെ എന്താ പറയുക പ്രതികാര ബുദ്ധി, പ്രതികാരദാഹം കൂടുതൽ അത് ശമിപ്പിക്കാൻ എന്നല്ലാണ്ട് ഒരു പ്രയോജനമില്ല. അങ്ങനെയൊന്നും ചെയ്തിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഈ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. അത് കോൺഗ്രസിനും പറ്റില്ല, ലീഗിനും പറ്റില്ല, BJPക്കും പറ്റില്ല, CPMനും പറ്റില്ല, ആർക്കും പറ്റില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനുശേഷം ഒരാൾ അപ്പം തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, മണ്ണാർക്കാട്ട് നിങ്ങളുടെ പാർട്ടിക്കാരൻ ഒരു ലീഗുകാരനെ കൊന്നു എന്നുള്ളത്. അപ്പം ഞാൻ അത് സ്റ്റാറ്റ് കറക്റ്റ്. സമീപകാലത്തുണ്ടായ സംഭവമാണ്, ഞാൻ ഓർത്തില്ല എന്നുള്ളത് സത്യമാണ്. കഴിഞ്ഞ 40 കൊല്ലത്തിനിടയ്ക്ക് ഉണ്ടായ ഒരു സംഭവം അത് മാത്രം. അപ്പോൾ ആ പാർട്ടിക്കും അങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എന്തായാലും ശ്രീ റിജിൽ മാക്കുറ്റി, ഇവിടെ ഒരു ആക്ഷേപം ഉയർന്നത് നേരത്തെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഈ ഒരു വധം, ഇതിനു മുമ്പ് ഒരു വധശ്രമം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് അടൂർ പ്രകാശിനെ ഈ പ്രതികളിൽ ഒരാൾ വിളിക്കുകയും MP എന്ന് അഭിസംബോധന ചെയ്യുകയും ആ ഓഡിയോ സംഭാഷണം പുറത്തു വരികയുമായിരുന്നു. അന്ന് അത്തരത്തിൽ ഇത്തരം ആളുകളാണ് ഈ കാര്യങ്ങൾക്ക് പിന്നിലെന്ന് മനസ്സിലാക്കി അവരെ നിയന്ത്രിക്കാനും അവരെ അത്തരത്തിൽ ഒരു കൊലപാതകമെന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിക്കരുത് എന്ന് പറഞ്ഞു മനസ്സിലാക്കാനും മുതിർന്ന നേതാക്കൾ തുനിഞ്ഞിരുന്നുവെങ്കിൽ ഈ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടാകുമായിരുന്നില്ല. അവരെ രക്ഷിക്കാനും പോലീസ് സ്റ്റേഷനിൽ വിളിക്കാനും കയറി ഇറങ്ങാനുമൊക്കെ നേതൃത്വമുണ്ട്, അല്ലെങ്കിൽ നേതാക്കളുണ്ട് എന്ന് വിശ്വസിക്കുമ്പോഴാണല്ലോ ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കാൻ അവർക്ക് പ്രേരണയാവുക. ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കൂ. ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച ഈ ഫൈസൽ അക്രമം, ആ അക്രമവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പങ്കെടുക്കാത്ത ഞങ്ങളുടെ പ്രവർത്തകൻ റിയാസ്, ആ റിയാസ് എന്ന് പറയുന്ന പ്രവർത്തകനെ കള്ളക്കേസ് കുടുക്കിയപ്പോൾ ആ കേസ് അന്വേഷിക്കാനും അതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോവുകയും ബ്ലോക്ക് പ്രസിഡന്റായ അഡ്വക്കേറ്റ് സുനിൽകുമാർ അദ്ദേഹത്തിന് ജാമ്യം എടുത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്, ആ കേസിനകത്ത് പ്രതികളായ 3 പേർ, സജീബ്, ഷജിത്ത്, ഷിയാസ്. ഞാൻ ചോദിക്കുന്നു, ഈ 3 ആളുകളുടെ ജാമ്യം എടുത്തു കൊടുത്തത് ആരാണ്? ബഹുമാനപ്പെട്ട MLA അവിടെ ഇരിക്കുകയാണ്. ആരാണ്? MLAക്ക് അറിയാത്ത ആളൊന്നുമല്ല ഞാൻ പറയുന്ന ആള്. അദ്ദേഹം SY മോഹൻകുമാർ കിരൺ എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിലെ ലോയേഴ്സ് യൂണിയന്റെ ജില്ലാ കമ്മിറ്റി ഭാരവാഹിയും
നെടുമങ്ങാട് കോടതിയിലെ ബാറിലെ ലോയേഴ്സ് യൂണിയന്റെ പ്രസിഡന്റുമായിട്ടുള്ള SP മോഹൻകുമാർ കിരൺ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റാണ് ഇവർക്ക് ജാമ്യം എടുത്തു കൊടുത്തത്. ഞാൻ ചോദിക്കുന്നു, ഒരു DYFIക്കാരനെ വെട്ടിയ കേസിലെ പ്രതികളെ രക്ഷിക്കാൻ ലോയേഴ്സ് യൂണിയന്റെ ഒരു അഡ്വക്കേറ്റ് എങ്ങനെ ഇടപെട്ടു എന്നതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ആ കേസിലെ പ്രതികളായി ജാമ്യം എടുത്തു കൊടുത്ത ഈ രണ്ടാളുകൾ ഈ കഴിഞ്ഞ മർഡർ കേസിലെ പ്രതികളാണ്. റിയാസ് പ്രതിയല്ല. ഞങ്ങൾ ഇടപെട്ടു എന്ന് പറയുന്ന റിയാസ് പ്രതിയല്ല. മാത്രമല്ല, ആ കേസിനകത്ത് പറയുന്നത് എന്താണ്? വ്യക്തിപരമായ രൂപത്തിലുള്ള പകയാണ്, അല്ലാതെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ വിരോധം എന്ന് അതിനകത്ത് പറയുന്നത്. നേരത്തെയുള്ള കേസാണോ പറയുന്നത്? അപ്പൊ ഞാൻ പറയട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം, ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് പങ്കുണ്ട് എങ്കിൽ ഞങ്ങൾ ഇത്തരവുമായി ബന്ധപ്പെട്ട് ആരെയും സഹായിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഇന്നലെ തന്നെ നിങ്ങൾ ഇതിന്റെ വളരെ കൃത്യമായ സത്യാവസ്ഥ മനസ്സിലാക്കണം. EP ജയരാജന്റെ സ്റ്റേറ്റ്മെന്റും അദ്ദേഹത്തിന് തിരുത്താനുള്ള കാരണം എന്താ? ആ ഒരു സംഭവത്തെ ഈ ഒരു സംഭവവുമായി കണക്ട് ചെയ്യാനുള്ള ബോധപൂർവ ശ്രമമാണ് നടക്കുന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച മരുതമൂട് സജി എന്ന് പറയുന്ന അവിടെയുള്ള CITയുടെ പ്രവർത്തകൻ ഈ കേസിനകത്ത് പ്രതിയാണ്. ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു, അയാൾ അന്നും ഇന്നും CITയുടെ പ്രവർത്തകനാണ്. അങ്ങനെ CITയുടെ പ്രവർത്തകനായ സജിയും അങ്ങനെ CPMന്റെ പ്രവർത്തകനായി ഇതിനകത്ത് മറ്റൊരു മറുപടി പറയാം. തീർച്ചയായിട്ടും ഈ മഹാനുണകൾ പ്രചരിപ്പിച്ച് സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറിപ്പോകാനാണ് കോൺഗ്രസിന്റെ ശ്രമം. എനിക്ക് ഒരു കാര്യം ആദ്യം സൂചിപ്പിക്കാനുള്ളത്, അഡ്വക്കേറ്റ് ജയശങ്കർ ഈ പെരിയ കൊലപാതകത്തിന്റെ പ്രതികാരമാണ് വെഞ്ഞാറമൂട് കൊലപാതകം എന്നത് ദൂരം വെച്ച് അളന്നിട്ടൊക്കെ നിഷേധിക്കുകയുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, തേമ്പാമൂടിൽ, വെഞ്ഞാറമൂട് എന്ന് നിങ്ങളെല്ലാം പറയുന്നതെങ്കിലും ഈ കൊലപാതകം നടന്നത് തേമ്പാമൂടാണ്. 2 പഞ്ചായത്താണ്. വെഞ്ഞാറമൂടിന് 5 കിലോമീറ്റർ അകലെയാണ്, ഒരു ഗ്രാമപ്രദേശമാണ്. തേമ്പാമൂട്ടിൽ ഒരു കൊലപാതകം നടക്കുന്നതിനാവശ്യമായ എന്തെങ്കിലും സംഘർഷം സമകാലികമായി നിങ്ങൾ പരിശോധിച്ചാൽ ഇല്ലല്ലോ. തൊട്ട് മുമ്പ് DYFIയുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനെയാണ് ഇതേ പ്രതികളിൽ, ഈ കേസിലെ പ്രതികളിൽ പ്രമുഖരായ ആളുകൾ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഫൈസലിനെ. ഫൈസൽ DYFIയുടെ നേതാവാണ്. വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഈ പറയുന്നത് പോലെ സജീവും സതിയും ഒക്കെ CIT ആണ്, CPM ആണ് എന്ന് വെറുതെ തട്ടിവിടുകയല്ലേ. സജീവ് ഫൈസൽ വധശ്രമ കേസിൽ പ്രതിയായതിനു ശേഷം കോൺഗ്രസിന്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിന്റെ ഫോട്ടോ എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ഈ സതി എന്ന് പറയുന്നയാള് വെള്ളറടക്കാരനാണ്. ഇവിടെ വന്ന് വിവാഹം കഴിച്ചതാണ്. വെള്ളറട കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. ഇവിടെ വന്ന് INTUCയിലാണ് ചേർന്നത്. ഇടയ്ക്കെന്തോ INTUCയായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതൊക്കെ അവർ പരിഹരിച്ചു. അയാൾ എല്ലാ കാലത്തും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ INTUCയുടെയും കോൺഗ്രസിന്റെയും പ്രവർത്തകനായിരുന്നു. വെറുതെ എന്തിനാ നിങ്ങളുടെ പ്രവർത്തകരെ തന്നെ നിങ്ങൾ തള്ളിപ്പറയുന്നത്? ഷാജിത്ത്, അയാൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വമുള്ള ആളാണ്. ഈ പ്രതികളെല്ലാം തന്നെ കോൺഗ്രസ് ബന്ധമുള്ള ആളുകളാണ്. ഇപ്പോ ഇന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സജീവനെയും സനലിനെയും മറ്റൊരു പ്രതിയാണ് റിമാൻഡ് ചെയ്തത്. അവരുടെ കുറ്റസമ്മത മൊഴികളിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ രാഷ്ട്രീയ ബന്ധം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവർ തന്നെ സ്വയം വെളിപ്പെടുത്തിയ രാഷ്ട്രീയ ബന്ധം നിങ്ങളെന്തിനാണ് നിഷേധിക്കുന്നത്? ഇതിനിടയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി പുറത്തു വന്നിട്ടില്ലേ? ഇവരെ ഒളിച്ച് താമസിക്കുന്നതിന് വേണ്ടി സഹായിച്ച പ്രീജ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് അനുഭാവി അറസ്റ്റിലായിട്ടുണ്ട്, പ്രതിയായിട്ടുണ്ട്. എവിടേക്കാണ് ഈ പ്രീജ ഇവരെ കൊണ്ടുപോകാൻ നോക്കിയത്? കോന്നിയിലേക്കാണ്. അതും റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കോന്നി എവിടെയാണ്? 25 വർഷക്കാലം ബഹുമാന്യായ MP അടൂർ പ്രകാശ് ജനപ്രതിയായിരുന്ന സ്ഥലമാണ്. സ്വാഭാവികമായിട്ട് സംശയങ്ങളുണ്ടാകില്ലേ? എന്താ പെരിയ കൊലക്കേസിന്റെ പ്രതികാരമാണ് എന്ന് കോടിയേരി പറയാൻ കാരണം ഇവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്നില്ല. ഫൈസലിനെ വധിക്കാൻ ശ്രമിച്ചിട്ട് പോലും DYFIയുടെയോ CPMന്റെയോ ഭാഗത്തു നിന്ന് ഒരു പ്രതികാര നടപടികളിലേക്ക് പോയില്ല. ഞങ്ങൾ നിയമത്തിന്റെ മുന്നിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്തത്. നിയമത്തിന്റെ മുന്നിലേക്ക് പ്രതികളെ കൊണ്ടുവരുന്നതിനുള്ള ഇടപെടൽ മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഇപ്പോ മറ്റൊരു കാര്യം കൂടി പറയാം. എന്നെയും കൂടി ബന്ധപ്പെടുത്തി വയ്ക്കുന്ന ആരോപണം യാതൊരു വസ്തുതയുമില്ലാതെ ഒരു പുകമറ സൃഷ്ടിക്കലാണ്. വ്യക്തമായ എന്തെങ്കിലും ആരോപണം പറയണ്ടേ? ഒരു സന്ദർഭത്തിൽ അടൂർ പ്രകാശ് പറയുന്നത് ഞാൻ ആ സാഹചര്യമൊന്നും വിശദീകരിക്കുന്നില്ല. അദ്ദേഹം വിശദീകരിക്കണം. അദ്ദേഹത്തിന് CBI ആണ് ഇപ്പോൾ ഇഷ്ടം. CBI അദ്ദേഹത്തിന് BJP ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ്. CBI വന്നാൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാമെന്നുള്ള ധാരണ ഇവിടെ വന്നിരിക്കുന്നു. ഈ ഗവൺമെന്റ്
ഈ കേസിന്റെ കാര്യത്തിൽ രാഷ്ട്രീയമായ ഇടപെടൽ നടത്തില്ല. പക്ഷേ അന്വേഷണം, ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള അന്വേഷണം കൂടി നടന്നാൽ തീർച്ചയായും ഇവരെല്ലാം പ്രതിയാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ശ്രീ ജയശങ്കർ പറഞ്ഞല്ലോ, അന്വേഷണം തുടരട്ടെ, അന്വേഷണം മുന്നോട്ട് പോകട്ടെ. ഇനി എന്റെ മകനുമായി ബന്ധമുള്ള ഒരു കാര്യം കൂടി പറയാൻ, ആ നുണകൾ ആവർത്തിക്കുകയാണ്. ഇന്നിപ്പോ ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ച ഒരു വ്യാജ വാർത്തയെക്കുറിച്ച് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. EM സാജു എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ്, അദ്ദേഹം ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നു. ഞാനതൊന്ന് വായിക്കാം നിങ്ങളുടെ ശ്രദ്ധയിൽ. നിങ്ങളെല്ലാം ഇത് മനസ്സിലാക്കണം. ഒരു സ്ത്രീയും ഒരു ചെറുപ്പക്കാരനും തമ്മിൽ ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പിറകുകൂടെ കൈയിട്ട് ഇരിക്കുന്ന സ്ത്രീയുടെ മറ്റ് 2 പടങ്ങളുള്ള ഒരു പടം, പോസ്റ്റ്. അതിൽ കമന്റായി വന്നിരിക്കുന്നത്, ഇതുമായി കൊലപാതകത്തിന് യാതൊരു ബന്ധവുമില്ല, ഇത് MLA മുല്ലയുടെ മകനും വെടിക്കോപ്പുമല്ല എന്ന് പറയാൻ ബോക്സർ മമ്മാലി പറഞ്ഞു. എന്താ വേണ്ടത്? ഞാനിപ്പോ കേസ് കൊടുത്തിട്ടുണ്ട്, സൈബർ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്റെ മകനായി കേരളം മുഴുവൻ അറിയുന്ന ആളല്ല, അവനെന്റെ പാർട്ടിയുടെ അനുഭാവിയാണ് എന്നുള്ളതല്ലാതെ പൊതുപ്രവർത്തന രംഗത്തൊന്നും നിൽക്കുന്ന ആളല്ല. ഒരുപക്ഷെ എന്റെ മണ്ഡലത്തിൽ പോലും എന്റെ വീട് വന്ന് സഹകരിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് എന്റെ മകനെ അറിയില്ല. സ്വാഭാവികമായും ആളുകളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ പരക്കട്ടെ എന്നാണ്. ഏതോ ഒരു ചെറുപ്പക്കാരന്റെ ഫോട്ടോ എടുത്ത്, ഏതോ ഒരു സ്ത്രീയുടെയും ഫോട്ടോ എടുത്തിട്ടിട്ട് എന്റെ മകനാണെന്ന് വരും. ഇതെല്ലാം ഗൂഢാലോചനയിലേക്ക് നടക്കൂ. ഇയാൾ ആറ്റിയക്കാരനാണ്, ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്. അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ പ്രചരണങ്ങൾ വരുന്നത്. തീർച്ചയായും ശ്രീ ഇങ്ങനെ പ്രകാശ് ബാബു, ഇവിടെ CBI വരട്ടെ എന്നാണ് പ്രകാശ് പറയുന്നത്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം, ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചോട്ടെ. പെട്ടെന്ന് പറഞ്ഞോളൂ. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നത്, ഇതിലൊരു ഇടതുപക്ഷ വിരുദ്ധമായ കാര്യങ്ങൾ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് വരികയാണ്. എല്ലാവരുടെയും വന്ന അഡ്വക്കേറ്റ് ജയശങ്കർ ആയിരുന്നാലും മറ്റ് BJPയുടെയും കോൺഗ്രസിന്റെയും പ്രതികളായും കൊണ്ടുവരികയാണ്. ഈ കൊലപാതകത്തിന്റെ ഭാഗമായി 2 കുടുംബങ്ങൾ അടക്കമുള്ളവരെ ഇരുത്തിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെയുള്ള ഏകപക്ഷീയമായി പോകരുത് എന്നതുകൊണ്ടാണ്. ചാനൽ ഞങ്ങൾക്ക് അവസരം തന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഒരു ഇടതുപക്ഷ വിരുദ്ധ പ്രചരണത്തിന്റെ സ്വഭാവമാണ് ഞാൻ പറയുന്നത്. അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, ഇവിടെ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതുവരെ നടക്കുന്ന അന്വേഷണം അത് പലതരത്തിൽ സ്വാധീനിക്കാൻ ഇടവരും. കാരണം ഇവിടെ കൊല്ലപ്പെട്ടത് DYFIക്കാരാണ്. ആ തരത്തിൽ ഒരു അന്വേഷണം ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് തന്നെ പ്രതിയാക്കാൻ, തന്നെ അവിടെ പെടുത്താനുമുള്ള ശ്രമങ്ങൾ, ഓഡിയോ സംഭാഷണം പുറത്തുവിട്ട് മറ്റു പല കാര്യങ്ങൾ നടക്കുന്നു. മറ്റൊരാവശ്യം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്, കോൺഗ്രസിന് ഉന്നത നേതൃത്വത്തിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട്, അവരും അറിഞ്ഞല്ലാതെ കൊലപാതകം നടക്കുകയില്ല, CBI വന്നാൽ എല്ലാം പരിഹരിക്കപ്പെടുമെന്നാണോ? രഞ്ജിത്തെ, ഞാൻ ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് 1-2 ഉയർന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ഒരു സംശയം ഞാൻ ദൂരീകരിച്ചു തരാം. ഒന്ന്, ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളെല്ലാം പറയുന്നത് രണ്ട് ചെറുപ്പക്കാരുടെ ജീവൻ പോയി, തിരുവോണ നാളിലാണ് അത് പോയിട്ടുള്ളത്. രഞ്ജിത്തെ, ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഒന്ന് ഏറ്റവും ചുരുങ്ങിയത് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ, അദ്ദേഹം അധികാരത്തിൽ വന്ന ഒരു 4 വർഷക്കാലം ഈ ഒരു ചിന്ത കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർക്കും ഭരണകൂടത്തിനും ഉണ്ടെങ്കിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാർ നഷ്ടപ്പെടില്ലായിരുന്നു, വിധവകൾ ഉണ്ടാകില്ലായിരുന്നു, ഉറപ്പാണ്. ഇനി തിരുവോണ നാളിന്റെ പ്രസക്തിയൊക്കെ എപ്പോൾ ഈ CPM-നൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നത്, 88-ൽ ഇതേ തിരുവനന്തപുരം ജില്ലയിലല്ലേ മുരുക്കുംപുളിയിൽ ചുറുചുറുക്കുള്ള 3 RSSകാർ, രാജേഷ്, ലാലിക്കുട്ടൻ, വേണുഗോപാൽ എന്നുള്ളവരെ പേരുള്ള 3 പേരെ തിരുവോണ ദിവസം വെട്ടിക്കൊന്നിട്ടുള്ളത്? നമുക്ക് ആരും മറന്നിട്ടില്ലല്ലോ പമ്പയാറ്റിൽ 3 18 വയസ്സുള്ള വിദ്യാർത്ഥികളെ കല്ലെറിഞ്ഞു മുക്കി കൊന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഏത് അന്വേഷണം എന്നുള്ളതല്ല, ഇവിടെ RSSകാർ മരിച്ചു വീണ സമയത്തെല്ലാം തന്നെ അതിനെ കോൺഗ്രസും CPM ഒക്കെ സംഗീതം പോലെ കേരളത്തിൽ ആസ്വദിച്ചിട്ടുണ്ട്. രഞ്ജിത്തെ, എനിക്ക് ഉറപ്പുണ്ട്, RSSകാർ അല്ലാത്ത ആര് മരിക്കുമ്പോഴും ചാടി വീണിട്ടുമുണ്ട്. ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. ഒരുപക്ഷെ 99-ൽ യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള KT ജയകൃഷ്ണൻ മാസ്റ്റർ മരണപ്പെട്ടപ്പോൾ ആ കേസിന്റെ വിധി പറഞ്ഞ ജഡ്ജി വിധിന്യായത്തിൽ എഴുതി, ഈ കേസിന്റെ അന്വേഷണം പോയത് പ്രതികളെ കണ്ടുപിടിക്കാനല്ല, പകരം പ്രതികളെ രക്ഷിക്കാനാണ് കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ഈ വിധിന്യായത്തിന്റെ ഒരു കോപ്പി കേരളത്തിലെ ബഹുമാന്യനായിട്ടുള്ള ചീഫ് സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കാൻ ഉത്തരവിട്ടു. ഞാൻ ചോദിച്ചോട്ടെ, UDFന്റെ സമാധാന പ്രേമികളായിട്ടുള്ള നേതാവുണ്ടല്ലോ ഇതിലെ, സുഹൃത്തെ, എന്ത് നടപടിയാ കേരളത്തിലെ UDF ആ സമയത്ത് എടുത്തിട്ടുള്ളത്? അറിയണ്ടേ? ആ കോടതിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞ് കോടതി ചീഫ് സെക്രട്ടറിക്ക് അയച്ചിട്ടുള്ള ആ ഒരു ഉത്തരവിൽ എന്ത് നടപടിയെടുത്തു? ഇതിന്റെ അർത്ഥം
കേരളത്തിൽ പല സന്ദർഭങ്ങളിലും നിങ്ങൾ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ. ഇവിടെയുള്ള സംഘർഷങ്ങളുടെ രക്തം, ആ രക്തത്തിന് വില പറഞ്ഞുകൊണ്ട് നിങ്ങൾ വോട്ട് പിടിച്ച് അധികാരത്തിൽ വന്നു. പകരം നിങ്ങളും രാഷ്ട്രീയ പ്രതിയോഗികളെ സമർത്ഥമായി കൊന്നൊടുക്കി. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഉന്നത ബന്ധം CPM-ന്റെ പ്രതികളെ രക്ഷിച്ചത് കേരളത്തിലെ കോൺഗ്രസ് അല്ലേ? 2 ജില്ലകളിലെ CPM-ന്റെ ഉന്നതന്മാർ പെട്ടിട്ടുള്ള ഒരു കേസിന്റെ ഗൂഢാലോചനയിൽ CPIM-ന്റെ പ്രബലരായിട്ടുള്ള നേതാക്കൾക്ക് പങ്കുണ്ട് എന്നുള്ളത് പിഞ്ചു കുട്ടികൾക്ക് പോലും അറിയാം. ആ ഉന്നതരിലേക്ക് കേസ് അന്വേഷണം പോകുമ്പോൾ ആ പ്രതികളെ CPM-ന്റെ കണ്ണൂർ ജില്ലയിലെ ഉന്നതനെയും കോഴിക്കോട് ജില്ലയിൽ ഉന്നതന്മാരെയും ഒക്കെ രക്ഷിച്ചതാരാ? അപ്പോൾ നിങ്ങൾ തരവും തഞ്ചവും കിട്ടുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സംഘർഷങ്ങളെ മുതലെടുത്ത് വോട്ടാക്കുകയും നിങ്ങൾക്ക് അവസരം കിട്ടുന്ന സമയത്തൊക്കെ തന്നെ ഗുണ്ടകളെ പാലും തേനും കൊടുത്ത് വളർത്തി രാഷ്ട്രീയ പ്രതിയോഗികൾ ഉന്മൂലനം ചെയ്തിട്ടുമുണ്ട് കോൺഗ്രസിന്റെ നേതൃത്വം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, മധുവും ലാൽജിയും അതേപോലെ തന്നെ ഒരുപാട് പേർ, ഹനീഫ ഉൾപ്പെടെ 10 പേരെ 7 കൊല്ലം കൊണ്ട് കോൺഗ്രസ് കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് സമാധാന പ്രസംഗമൊന്നും നടത്തണ്ട. പിന്നെ മറ്റൊന്ന്, MLA പറഞ്ഞു ഞങ്ങൾ ഇടതുപക്ഷത്തിനെതിരാണെന്ന്. ഞങ്ങൾ ഇടതുപക്ഷത്തിനെതിരാകാൻ കാരണം 270 ചെറുപ്പക്കാരെ നഷ്ടപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. അതിൽ 232 പേരെയും കൊലപ്പെടുത്തിയത് CPM ആണ്. നിങ്ങൾ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ അരിയൽ ഷുക്കൂറിന്റെ കേസിൽ ആസൂത്രണം. ഞാൻ പറഞ്ഞു തരാം, VP സാനുവിന് അറിയില്ലെങ്കിൽ. നിങ്ങളുടെ അരിയൽ ഷുക്കൂറിന്റെ കൊലപാതക കേസിൽ ആശുപത്രിയുടെ കട്ടിലിനടുത്ത് കിടന്നിട്ടുള്ള ഈ ജയരാജനെയും MLA-യും പ്രതിയാക്കിയതല്ല. പകരം അവിടെയുള്ള മേഖലാ സെക്രട്ടറി മൈന ദിനേശൻ, ഈ അരിയൽ പ്രദേശത്തെ DYFI-യുടെ മേഖലാ സെക്രട്ടറി മൈന ദിനേശൻ അരിയൽ ഷുക്കൂറിന്റെയും ഉൾപ്പെടെയുള്ള 4 പേരുടെ ഫോട്ടോ മൊബൈലിൽ എടുത്ത് ജയരാജനും അതേപോലെ തന്നെ രാജേഷിനും അയച്ചു കൊടുത്തത് ആശുപത്രിയിൽ. അവര് തിരിച്ചറിയുന്നു. അങ്ങനെ തിരിച്ചറിഞ്ഞ ഷുക്കൂറിനൊക്കെ മനുഷ്യമൃഗങ്ങളെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് കാടത്തമാണ് 2.5 മണിക്കൂർ ഒരു വയലിൽ അവരെ ഒരു മരത്തോട് വരിഞ്ഞു കെട്ടി വിചാരണ ചെയ്ത് കൊലപ്പെടുത്തിയിട്ടുള്ളത്. ശരി, BJP-യുടെ നേതാവും പ്രകാശ് ബാബുവും ഒപ്പം റിജിൽ മാക്കുറ്റിയും ഒക്കെ പറഞ്ഞു വെക്കുന്നത് ഇപ്പോൾ CPM-ന് അവരുടെ പ്രവർത്തകർ DYFI-ക്ക് നഷ്ടപ്പെട്ടപ്പോൾ അത്തരത്തിലുള്ള വേദനയുണ്ട്. ഞങ്ങളൊക്കെ സമാനമായ രീതിയിൽ ഒരുപാട് അനുഭവിച്ചവരാണ്. അത് അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ കൈകഴുകി രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇപ്പൊ ജയശങ്കർ കുറെ പേരുകൾ പറഞ്ഞു. പക്ഷെ ആ പേരുകളിൽ ഒന്നും തന്നെ ഞാൻ സിയാദിന്റെ പേര് കണ്ടില്ല, അബൂബക്കർ സിദ്ദീഖിന്റെ പേര് കണ്ടില്ല, സഖാവ് അഭിമന്യുവിന്റെ പേര് കണ്ടില്ല, സഖാവ് ധൻരാജിന്റെ പേര് കണ്ടില്ല, സഖാവ് ഫാസിലിന്റെ പേര് കണ്ടില്ല, സഖാവ് സജിൻ ഷാഹുവിന്റെ പേര് കണ്ടില്ല, സഖാവ് അഴീക്കോടൻ രാഘവന്റെ പേര് കണ്ടില്ല, സഖാവ് കുഞ്ഞാലിയുടെ പേര് കണ്ടില്ല, അതുപോലെ തന്നെ മൊയ്യാരത്ത് ശങ്കരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരൊന്നും അതിൽ ഞങ്ങൾ കേട്ടില്ല. എന്തേ? അവരൊന്നും രാഷ്ട്രീയ കൊലപാതകമായിട്ട് പറഞ്ഞതല്ലേ? ഞാൻ ആദ്യം പറഞ്ഞ പേരുകാരൊക്കെ ഈ ചുരുങ്ങിയ കാലയളവിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളാണ്. വളരെ റീസെന്റ് ആയിട്ട് ആ കൊലപാതകത്തിലൊക്കെ കൊല്ലപ്പെട്ട ആളുകൾ വളരെ ചെറിയ പ്രായത്തിലുള്ള ആളുകളുമായിരുന്നു. എന്തേ അതൊന്നും നിങ്ങൾ കാണില്ലേ? 270-ന്റെ കണക്ക് പറഞ്ഞല്ലോ. 580-ലധികം ആളുകളെ നഷ്ടപ്പെട്ടിട്ടുള്ള സംഘടനയാണ്, പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അവരെല്ലാം ജീവൻ എടുത്തിട്ടുള്ളത് ഇപ്പൊ ഈ പറയുന്ന സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണ് ആ ജീവനുകളെല്ലാം തന്നെ അപഹരിച്ചിട്ടുള്ളത്. എന്നിട്ടാണ് വന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, വെള്ളത്തിൽ ചാടിയിട്ട് 3 പേർ മരിച്ചതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഹൈക്കോടതിയുടെ വിധിയിൽ എന്താ പറയുന്നത്? അവർ മദ്യപിച്ചതിനാൽ അവർക്ക് തല പൊന്താൻ വേണ്ടി കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് വെള്ളം കുടിച്ച് മരിക്കുന്ന സ്ഥിതി ഉണ്ടായെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ആ കേസുമായി ബന്ധപ്പെട്ട വിധിയിൽ പറഞ്ഞത്. അത്തരത്തിൽ കൊലപാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളതും ഞങ്ങൾക്കാണ്. ഞങ്ങളുടെ സഖാക്കളുടെ 120-ലധികം ആളുകളുടെ ജീവൻ എടുത്തിട്ടുള്ളതാണ് കോൺഗ്രസ്. അതിന്റെ ഇരട്ടിയിലധികം ജീവൻ എടുത്തിട്ടുള്ളവരാണ് RSS. അവരൊക്കെ വന്നു നിന്നുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ വലിയ ചാരിത്ര പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാവുകയാണ്. അപ്പോൾ വലിയ നഷ്ടം ഞങ്ങൾക്കുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ അതെല്ലാം വളരെ നല്ല കൊലപാതകം, സമാധാനപരമായിട്ടുള്ള കൊലപാതകവും ഏതെങ്കിലും അർത്ഥത്തിൽ ഇടതുപക്ഷക്കാരൻ പ്രതിയാവാൻ കഴിയുന്ന രൂപത്തിൽ ഒരു കൊലപാതകം അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ അതെല്ലാം അതിമൃഗീയമായിട്ടുള്ള കൊലപാതകവും ആവുന്ന ഈ വർത്താനം ഉണ്ടല്ലോ, അത് ആദ്യം നിർത്ത്. ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ, പെരിയയിലെ കൊലപാതകം നടന്നപ്പോൾ അതിനെ അപലപിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ കൊലപാതകവും നടക്കരുത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് പിന്നെ ചർച്ച നടക്കുമ്പോൾ തന്നെ സമയം തീരെ കുറവാണ്. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട 1-2 കാര്യം, BJP-യുടെ നേതാവിന്റെ ഈ ഒരു വലിയ സമാധാനവാദം കേൾക്കുമ്പോൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ സമാധാനത്തിന്റെ വളരെ പ്രാവാണെന്ന് തോന്നുന്നു.
ഒരു കാര്യം പറയാം, ജയകൃഷ്ണൻ മാഷ കേസ് അട്ടിമറിച്ചത് ജയകൃഷ്ണൻ മാഷ അമ്മ പറഞ്ഞിട്ടുണ്ട്. ആരാ അട്ടിമറിച്ചിട്ടുണ്ട്? നിങ്ങൾ തമ്മിൽ നടത്തിയ അഡ്ജസ്റ്റ്മെന്റാ. പിന്നെ നിങ്ങൾ കൊലപ്പെടുത്തിയ കോൺഗ്രസ്സുകാരുടെ എണ്ണമുണ്ട്. കാഞ്ഞിലേരി സത്യൻ ഉൾപ്പെടെ, ചോയ്യൻ രാജീവൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാരെ വെട്ടിയെരിഞ്ഞ് കൊന്ന് കൊലപ്പെടുത്തിയ കേസിനകത്ത് പ്രതികൾ RSSകാരാണ്. അതുകൊണ്ട് RSSന്റെ ആ ഒരു ചാരിത്രമൊന്നും ഇവിടെ പറഞ്ഞ് ബോധിക്കണ്ട. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്നത്, കൊലപാതക നേതൃത്വം കൊടുക്കുന്ന RSS ആണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഈ വിഷയത്തിലാണ് ചർച്ചയെങ്കിൽ ഈ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് പോകണം. ഞാൻ നേരത്തെ പറഞ്ഞ ഇനി അവസാനിപ്പിക്കാൻ സാധിക്കാത്ത ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ പ്രതികൾക്ക് വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി AM റഹീം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. ആ പോയത് എന്താണ്? ഈ CPMകാരായ ആളുകളെ രക്ഷിക്കാനാണ്. അപ്പൊ സ്വാഭാവികമായും റഹീമിനെതിരെയും അന്വേഷണം നടത്തണം. അതാണ് അടൂർ പ്രകാശ് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് വളരെ കൃത്യമായി ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കോൺഗ്രസ്സുകാര് തീരുമാനമെടുത്ത് ആളുകളെ കൊല്ലണമെന്ന് തീരുമാനിച്ചെങ്കിൽ എങ്ങനെയാണ് CPMകാർ ഇതിനകത്ത് പെടുക? അപ്പൊ സ്വാഭാവികമായും റഹീമിനെയും ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ ചോദ്യം റഹീമിനെയും ചെയ്താൽ മാത്രമേ ഇതുമായി പുറത്തു വരൂ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഈ കേസിൽ സംഭവിച്ചതിന് ശേഷം KPCC പ്രസിഡന്റോ ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരോ ആരെങ്കിലും ഇവരെ അംഗീകരിച്ചുകൊണ്ട്, ഈ പ്രതികളെ അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുന്നു, ഷുഹൈബിനെ കൊന്നപ്പോ, ഷുക്കൂറിനെ കൊന്നപ്പോ, അതുപോലെ തന്നെ കൃപേഷ് ശരത്ലാലിനെ കൊന്നപ്പോ CPMന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? ജയശങ്കർ അവസാനമായി ഒരു മിനിറ്റ് മാത്രമാണ് കൈവെക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് താങ്കൾ കൂടി മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു മിനിറ്റ്, താങ്കൾക്ക് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഫേസ്ബുക്കിലൂടെ അവർക്ക് പരിഗണന കൊടുത്തവരാ ആര്? CPM. പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഒരു തർക്കമില്ല. പറഞ്ഞോളൂ, സമയക്കുറവുണ്ട്. ഇവിടെ കുഞ്ഞാലി എന്ന പേരിൽ 2 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒന്ന് 74-ൽ പട്ടാമ്പി സംസ്കൃത കോളേജിൽ കൊല്ലപ്പെട്ട ഒരു കുഞ്ഞാലിയുണ്ട്. SFIയുടെ ആദ്യത്തെ രക്തസാക്ഷിയാണ്. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി 9-ാം പ്രതിയായിരുന്നു ഒരു ശങ്കരനാരായണൻ. പാർട്ടിയും ബാബു പാലിശ്ശേരി. കഴിഞ്ഞില്ല പറയല്ലേ. കുഞ്ഞാലിയെ പറ്റി പറയാം. അത് MLA ആയിരുന്നു. ആര്യാണ് വെടിവെച്ച് കൊന്നത്? പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സെയ്ദാലി. അപ്പോ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ധാരണ ഈ വിഷയത്തിൽ ഇല്ല എന്നുള്ളത് ആ പേര് പോലും മനസ്സിലാവും. കാര്യമില്ല. അത് പോട്ടെ, പറഞ്ഞോളൂ പെട്ടെന്ന് ഒന്ന് തീർത്തോട്ടെ. കുഞ്ഞാലിയെ കൊന്ന കേസിൽ ആര്യാടൻ മുഹമ്മദിനെ പ്രതിയാക്കാൻ വേണ്ടിയിട്ട് മരണമൊഴി വ്യാജമായിട്ടുണ്ടാക്കി. ഹൈക്കോടതി ജഡ്ജ്മെൻറ്റ് ഞാൻ എടുത്തുതരാം. കുഞ്ഞാലിയെ വെടിവെച്ചത് ഗോപാലൻ എന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ ഗോപാലൻ പ്രതിയായില്ല. തോക്ക് ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്ത ആര്യാടൻ മുഹമ്മദ് 1-ാം പ്രതിയായി. ആര്യാടൻ വെടിവെച്ചു എന്ന് കുഞ്ഞാലിയുടെ വ്യാജ മരണമൊഴി ഉണ്ടാക്കി. ഇങ്ങനെയാണ് കേസ് വിട്ടുപോയത്. അതുകൊണ്ട് വിചാരണ കോടതി വെറുതെ വിട്ടു, ഹൈക്കോടതി വെറുതെ വിട്ടു. യഥാർത്ഥ പ്രതി കേസിൽ പ്രതിയായില്ല, വെടിവെച്ച ആൾ പ്രതിയായില്ല. നന്ദി ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ. ഒപ്പം ശ്രീ VP സാനു, റിജിൽ മാക്കുറ്റി, അഡ്വക്കേറ്റ് ജയശങ്കർ, പ്രകാശ് ബാബു, DK മുരളി MLA ചർച്ചയിൽ പങ്കെടുത്തതിന് എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാനുള്ള സമയം കിട്ടി എന്ന് വിചാരിക്കുന്നു. ഏതായാലും ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. നമസ്കാരം.